ഫ്രണ്ട്സ്, കാറ്റത്തേക്കുൾ കൂടിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സുധീഷും നിധിക്ക് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ മുല്ലപ്പൂവൊക്കെ ചൂടി നിധി ഇങ്ങനെ മുല്ലപ്പൂ ചൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നികേഷും ഹരീഷും കൂടി പറയും, സുധീഷേട്ടാ കുറച്ച് അടുത്ത് നിൽക്ക് എന്ന് പറയും, പയ്യെ പറയും കേട്ടോ. അപ്പോൾ വേദന സുധീഷ് നിധിയുടെ പുറകേൽ വന്ന് നിന്ന് പല അഭിപ്രായങ്ങളൊക്കെ കാണിച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സുഭാഷേട്ടൻ വരും. അപ്പോൾ സുഭാഷേട്ടൻ പറയും, എന്താ എല്ലാവരും റെഡി ആയില്ലേ, നമുക്ക് പോകാമെന്ന് പറയും. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യുന്നു നിധി ചോദിക്കും. അപ്പോൾ അച്ഛൻ രാവിലെ വന്നതും കണ്ടു, പിന്നെ അത് കഴിഞ്ഞ് കുളിച്ച് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അത് വന്നോളുമായിരിക്കും എന്നും പറഞ്ഞ് ഇവർ എല്ലാവരും കൂടി പോവാട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് സുനന്ദയും അശ്വിനും അമ്മായിയും കൂടി വരും. അപ്പോൾ സുനന്ദ പറയും, നമുക്കന്ന് ഒരുമിച്ച് പോകാമെന്ന് പറയും. അപ്പോൾ ലളിത പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവർ തന്നെ വന്നോളും, നമുക്ക് ആദ്യം പോകാം എന്ന് പറയും. അങ്ങനെ അശ്വിനും സുനന്ദയും അമ്മായിയും കൂടി ആദ്യം പോവാണ്. അപ്പോൾ ഇവർ വേറൊരു കാറിൽ മണിച്ചേട്ടൻ്റെ പിന്നാലെ പോകണം. അപ്പോൾ ഇവർക്ക് വഴി അറിയില്ലല്ലോ. അങ്ങനെ മണിച്ചേട്ടൻ കുടുംബക്ഷേത്രത്തിൻ്റെ അവിടെ ഇവരെത്തിച്ചു. അതിനുശേഷം ഈ കുടുംബത്തിൻ്റെ മഹാത്മ്യവും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് തൊഴാമെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ നടക്കുമ്പോഴാണ് അവിടെ നമ്മുടെ ഭാസ്കരനപ്പോൾ നേരത്തെ വന്നേക്കോ. അത് ഇവർക്ക് ആകെ ഒരു അത്ഭുതമായി. അപ്പോൾ ഭാസ്കരനും കുറച്ച് കൂട്ടുകാരും ഉണ്ട്. അവരിങ്ങനെ ഭാസ്കരൻ ഇതുവരെ കണ്ടിട്ടുള്ള ഒരാളല്ല കേട്ടോ. ഭയങ്കര കൂട്ടുകാരൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചിങ്ങനെ നടക്കുക, വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ വേദന ഭാസ്കരന് ഇവരുടെ അടുത്തേക്ക് വരും. എന്നിട്ട് പറയും, നിങ്ങളിപ്പോഴാണോ വന്നത്? ഞാൻ എന്തോരം നേരമായി, എൻ്റെ ഓരോ റൗണ്ട് എല്ലാത്തരം പൂജകളും കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുക. എന്നിട്ട് കൂട്ടുകാരെ പരിചയപ്പെടുത്തുകയാണ്, ഇതാണ് എൻ്റെ മക്കൾ കേട്ടോ, ഇത് മൂത്തവൻ, ഇത് ഇളയവൻ, ഇത് രണ്ടാമത്തവൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരുത്തരും പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. അതിനുശേഷം ഇവരിങ്ങനെ തൊഴാൻ വേണ്ടി വീണ്ടും പോകുമ്പോൾ നമ്മുടെ ലളിത അങ്ങോട്ടേക്ക് വരും. അപ്പോൾ ലളിത അങ്ങോട്ടേക്ക് വന്നിട്ട് പറയും, പ്രസിഡൻറ്റിനോട് പറയും, പ്രസിഡൻറ്റ്, ഇവിടെ ഇതിനൊക്കെ മുമ്പ് എനിക്ക് വേറെ കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. ഞങ്ങളുടേതടക്കം ഒരു 17 കുടുംബങ്ങളുടെ കുടുംബക്ഷേത്രമാണ് ഇവിടെ. 10-30 കൊല്ലമായിട്ട് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്ത ഇവർ ഇപ്പോൾ വന്നിരിക്കുന്നു. അപ്പോൾ ഞങ്ങളെപ്പോലെ ഇതിനു മുമ്പ് ഇവിടെ പൂജയ്ക്കോ വഴിപാടിനോ ക്ഷേത്രത്തിനോ വേണ്ടി ഒരു തുക പോലും ഒന്നും ചെയ്യാത്തവരാണ് ഇവർ. അപ്പോൾ അതൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് ഒരുമിച്ച് ഈടാക്കിയതിന് ശേഷം മാത്രമേ ഇവർ പൂജ ചെയ്യാനൊക്കെ ആയിട്ട് സമ്മതിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ പ്രസിഡൻറ്റ് പറയും, അത് ഇത്തിരി ബുദ്ധിമുട്ടല്ലേ, ഒരുമിച്ച് ഇത്ര വർഷത്തെ തുക ഒരുമിച്ച് അടക്കാമെന്നൊക്കെ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ സുനന്ദേനോട് പറയും, നിൻ്റെ അമ്മയ്ക്ക് എന്താ എന്ന് ചോദിക്കും. അപ്പോൾ സുനന്ദ പറയും, അമ്മേനോട് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല എന്ന് പറയും. അങ്ങനെ നിൽക്കുമ്പോൾ വേഗം തന്നെ ഭാസ്കരൻ പറയും, അത് അടച്ചു തീർക്കാനുള്ളതിനെ പറ്റിയൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അത് ഞങ്ങൾ അതിൻ്റെ മുറ പോലെ അടച്ച് തീർക്കും എന്ന് പറയും. അപ്പോൾ ആ പ്രശ്നം അങ്ങനെ സോൾവായി. അപ്പോൾ സുഭാഷ് പറയും, പ്രസിഡൻറ്റ്, ഇനിയൊരു മുടക്കമില്ലാതെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം, ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഇതാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം എന്ന്, അതുകൊണ്ടാണെന്നൊക്കെ പറയും. അങ്ങനെ ഇവർ തൊഴാൻ വേണ്ടി പോയി. അങ്ങനെ എല്ലാവരും തൊഴുതു. അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങിച്ച് ഇവരിങ്ങനെ വന്നിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുക കേട്ടോ, എല്ലാവരും കൂടി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സുധീഷ് പറയും, നമുക്കെന്നാ ഇങ്ങനെ ഇവിടെ വന്നിരുന്നാൽ മതിയോ, നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് ചുറ്റാൻ പോയാലോ, അല്ലേ നിധി, നമുക്ക് ചുറ്റാൻ പോകാമെന്ന് പറയും. അപ്പം സുധീഷ് ഉദ്ദേശിക്കുന്നത് നിധിയും സുധീഷും കൂടി പോകാനാണ്. അപ്പോൾ വേഗം തന്നെ നിധി പറയും, എന്നാ വാ സുഭാഷേട്ടാ നമുക്ക് പോകാമെന്ന് പറയും. അപ്പോൾ സുഭാഷേട്ടൻ പറയില്ല, ഞാൻ വന്നില്ല, നിങ്ങൾ പോയിട്ടോ എന്ന് പറയും. അപ്പോൾ ഹരീഷിനെയും നികേഷിനെയും വിളിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും ഇല്ല എന്ന് പറയും, കാരണം ഇവർ ഒരുമിച്ച് പോട്ടെ എന്ന് ഓർത്താം. അങ്ങനെ നിധിയും സുധീഷും കൂടി നടന്നു പോകട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിധി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിധി ചോദിക്കും, ഇപ്പോൾ ഇത് അച്ഛൻ്റെ നാടാണെന്ന് മനസ്സിലായി, അപ്പോൾ നിങ്ങൾ അമ്മയുടെ നാട്ടിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ സുധീഷ് പറയും, അമ്മയുടെ നാടോ, പണ്ടെപ്പോഴോ മുത്തശ്ശി വരുമായിരുന്നു, അമ്മ മരിച്ചേ പിന്നെ വരില്ല. മുത്തശ്ശി പണ്ട് വരുമ്പോൾ കുറേ പലഹാരങ്ങളും ഒക്കെ ആയിട്ട് വരും, ഞങ്ങളുടെ കൂടെ നിൽക്കും, അങ്ങനെ പോകും. പിന്നെ ഞങ്ങളുടെ 3 പേരുടെ കയ്യിൽ ഓരോ 10ൻ്റെ നോട്ട് വെച്ച് തരും എന്നൊക്കെ പറയും. അമ്മ മരിച്ചേ പിന്നെ അമ്മൂമ്മേനെ ഞങ്ങൾ കണ്ടിട്ടില്ല, പിന്നെ ആരും ഞങ്ങളെ അന്വേഷിച്ച് വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളും തിരിച്ചു അന്വേഷിച്ച് പോയിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ നിധി പറയും, നിങ്ങളുടെ കാര്യം കഷ്ടം, അപ്പോൾ മറ്റു കുട്ടികളൊക്കെ അവരുടെ മാതാപിതാക്കളെയും കുടുംബക്കാരെയൊക്കെ ആയിട്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നാറില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ സുധീഷ് പറയും, ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, പിന്നെ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ അച്ഛനും അമ്മയും ചേട്ടനും എല്ലാം നിൽക്കുന്ന മനുഷ്യനായിരുന്നു എന്നും പറഞ്ഞ് സുഭാഷ് ചേട്ടനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇവർ സുഭാഷ് ചേട്ടനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അവിടെ. അപ്പോൾ
സുധീഷ് പറയുന്നുണ്ട്, അമ്മ അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു സ്ത്രീയായിട്ട് വന്നു. ആ സ്ത്രീ കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജീവിതമൊക്കെ വേറൊരു രീതിയായി, ഞങ്ങളൊക്കെ മറ്റൊരു തരത്തിലായി എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നിധി പറയും, എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയാലോ, അവരുടെ അടുത്തേക്ക് പോയാലോ എന്ന് പറയുമ്പോൾ സുധീഷ് പറയും, ആ പോവാം എന്ന് പറയും. അങ്ങനെ ഇവർ മുമ്പോട്ട് നടക്കുമ്പോൾ നമ്മുടെ ചാന്ദിനി സുഭാഷ് ഏട്ടൻ്റെ അടുത്തേക്ക് വരണ കാണും. അപ്പോൾ സുധീഷ് പറയും നിധിനോട്, ഓ നിധിക്ക് ഒരു കാര്യം മനസ്സിലായോ, നമ്മൾ രണ്ടുപേരെയും അവരെയും കൂടി വിളിച്ചപ്പോൾ സുഭാഷിൻ്റെ വരാതിരുന്നത് എന്താണെന്നറിയോ എന്ന് ചോദിക്കും. അപ്പോൾ നിധി ചോദിക്കും, എന്താ? അപ്പോൾ പറയും, അതെ ചാന്ദിനിയായിട്ട് സംസാരിക്കാനാ, അവർക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാനാ എന്ന് പറയും. അപ്പം നിധി പറയും, ഓ നിങ്ങൾ നിങ്ങളുടെ ചേട്ടനെ ഒട്ടും മനസ്സിലാക്കിയിട്ടില്ല അല്ലേ, നിങ്ങളുടെ വീട്ടിൽ ഉള്ളവരിൽ ഒരു കള്ളത്തരം ഇല്ലാത്തൊരു മനുഷ്യനാണ് സുഭാഷ് ഏട്ടൻ എന്ന് പറയും. അപ്പോൾ പറയും, അതെന്താ ബാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും കള്ളത്തരം ഉണ്ടെന്നാണോ നിധി പറയണേന്ന് ചോദിക്കും. അപ്പോൾ പറയും, ആ കൂട്ടത്തിൽ ഏറ്റവും കള്ളത്തരം നിങ്ങൾക്കാ എന്ന് പറയും. അപ്പോൾ സുധീഷ് ഇങ്ങനെ ചമ്മിയൊക്കെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി അവരുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചാന്ദിനിയും സുഭാഷ് ഏട്ടനും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയും, നിധിനോട് പറയും, താൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമില്ലേ അമ്മയുടെ നാടിനെ പറ്റി, അത് ദേ നേരെ സുഭാഷ് ഏട്ടനോട് ചോദിച്ചു നോക്കും, ചിലപ്പോൾ തനിക്ക് ഉത്തരം കിട്ടും കേട്ടോ എന്ന് പറയും. അങ്ങനെ അവിടെ ചെന്ന് നിധി സുഭാഷ് ഏട്ടനോട് ചോദിക്കുകയാണ്, അമ്മയുടെ നാട് എവിടെയാണ് സുഭാഷ് ഏട്ടാ? അല്ല ഇപ്പോൾ നമ്മൾ അച്ഛൻ്റെ നാട് കണ്ടുപിടിച്ചല്ലോ, അതേപോലെ അമ്മയ്ക്കും ഉണ്ടാവില്ല ഒരു നാട് എന്ന് പറയും. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയും, അതെന്തിനാ, അതൊക്കെ എന്തിനാ ഇനി അന്വേഷിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ നിധി പറയല്ല, എല്ലാവരെയും കാണാമല്ലോ, ആരെങ്കിലുമൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവുമല്ലോ എന്ന് പറയും. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയും, അങ്ങനെ ബന്ധുക്കൾ ഒരുപാടുണ്ടായിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ അന്വേഷിച്ച് നമുക്കൊരു അപകടത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് ബന്ധുക്കൾ, അങ്ങനെ ആരും വന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളാരും അന്വേഷിച്ച് പോയിട്ടുമില്ല എന്ന് പറയും. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ച് കൊണ്ടിരിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ അമ്മായിയും സുനന്ദ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മായി ചോദിക്കും, ആ അശ്വിൻ എവിടെ പോയി എന്ന് ചോദിക്കും. അപ്പോൾ സുനന്ദ പറയും, അശ്വിൻ ഒരു കോള് വന്നിട്ട് പോയേക്കുവാന്ന് പറയും. അപ്പോൾ അമ്മായിക്ക് ഇതൊന്നും ഇവരിങ്ങനെ സ്നേഹത്തിലും സഹകരണത്തിലും ഇങ്ങനെ പോണതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ സുനന്ദ പറയും, അമ്മേ അശ്വിൻ്റെ മുമ്പിൽ വെച്ച് അവരിങ്ങനെ കുറ്റപ്പെടുത്തരുത്, അപ്പോൾ അശ്വിൻ എന്നോട് ചോദിക്കുക എന്ന് പറയും. അപ്പോൾ അമ്മായി ഒരു പറയേണ്ട കാര്യങ്ങൾ പറയണ്ടേടി എന്നൊക്കെ ചോദിച്ചിങ്ങനെ സുനന്ദേനെ വഴക്ക് പറയാം കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മണിച്ചേട്ടൻ ഇവർക്ക് കുടിക്കാനൊക്കെ ആയിട്ട് എന്തൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അന്നദാനമുണ്ട്, അന്നദാനം കൂടി കഴിച്ചു കഴിഞ്ഞാലേ ഈ പൂജ പൂർണ്ണമാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് കുറച്ച് നാട്ടിൻപുറത്തെ വയസ്സായ സ്ത്രീകൾ വരുന്നുണ്ട്. അവർ വന്നിട്ട് പറയും, എന്താ നിങ്ങളിവിടെ കണ്ടിട്ടില്ലല്ലോ, ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്, നിങ്ങൾ ദൂരത്തുനിന്ന് വന്നാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ സുഭാഷ് പറയും, അതെ ഞങ്ങളങ്ങ് തിരുവനന്തപുരത്ത് നിന്നാണ് പൂജയ്ക്ക് വേണ്ടി വന്നതാ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ മണിച്ചേട്ടൻ പറയും, അതില്ലേ ആ ഭാസ്കരൻ എന്ന് പറയില്ലേ, ആ ലളിതേച്ചി ഇതാ ഇരിക്കുന്ന ആ ലളിതയുടെ, അപ്പുറം ലളിതയുടെ ആങ്ങളയില്ലേ ഭാസ്കരൻ, അയാളുടെ മക്കളാണ് ഇവരൊക്കെ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തും. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പരിചയപ്പെടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ അവർ പറയും, ഓ ഭാസ്കരൻ ആ ഭാര്യേനെ കൊന്ന് ജയിലിൽ പോയാണല്ലേ എന്ന് ചോദിക്കും. അതോടുകൂടി എല്ലാവരുടെയും മുഖമൊക്കെ മാറി. അപ്പോൾ ഭാസ്കരനും അവിടെ ഇരുന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ. ഭാസ്കരൻ വേഗം തന്നെ അമ്പലമല്ലേ എന്നോർത്തിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് നീങ്ങിപ്പോയി. അധികം നേരം നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ, ഭാസ്കരൻ അങ്ങോട്ട് നീങ്ങിപ്പോയി. അപ്പോൾ ഇവരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സുഭാഷ് പറയും, നമുക്ക് എന്തും ആയിക്കോട്ടെ, പക്ഷേ ഇതൊരു അമ്പലമല്ലേ, ഇവിടെ വെച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതാക്കാമോ എന്ന് ചോദിക്കും. അപ്പോൾ ലളിത ഇങ്ങനെ അവരിങ്ങനെ ഇരിക്കേറ്റു കേട്ടോ. ലളിത പറയും, അങ്ങനെ പറഞ്ഞു കൊടുക്ക്, ഭാര്യേനെ കൊന്നവനാ എന്നൊക്കെ പറയും. അപ്പോൾ സുനന്ദ പറയും, ഒന്നും മിണ്ടാതിരിക്കമ്മേ എന്ന് പറയും. അപ്പോൾ മണിച്ചേട്ടൻ പറയും, നമുക്കറിയില്ലല്ലോ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന്, ഇതുവരെ അറിയാത്തൊരു കാര്യത്തിനെ പറ്റി നമ്മൾ എന്ത് പറയാനാ എന്ന് ചോദിക്കുമ്പോൾ ലളിത പറയും, താനിപ്പോൾ കുറച്ച് നാളല്ലേ ഇവിടെ ആയിട്ടുള്ളൂ, അമ്പലത്തിൽ വരുന്നവർക്ക് താമസിക്കാനും ഭക്ഷണവും കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ താൻ ഇവിടെ നിൽക്കുന്നത്, അപ്പോൾ തനിക്ക് എല്ലാവരും നല്ലതായിട്ടേ തോന്നൂ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ കേട്ട് ഇവരൊക്കെ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.